വെറുമൊരു കാഴ്ചയ്ക്കുള്ള അവയവമാണോ നമ്മുടെ ഈ കണ്ണുകൾ? നമ്മുടെ ഭൗതിക ശരീരവും ആന്തരിക ബോധവും തമ്മിൽ ഏറ്റവും ഗാഢമായി കൂട്ടിമുട്ടുന്ന ഒരേ ഒരു ബിന്ദുവാണ് നമ്മുടെ ഈ കണ്ണുകൾ. നമ്മുടെ ആത്മാവിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഈ കണ്ണുകളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണിത്. നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ കണ്ണുകളുടെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ പോലും നമ്മുടെ കണ്ണുകൾ നിശ്ചലമാകുന്നില്ല. എന്നാൽ ബോധപൂർവം നമ്മളുടെ കണ്ണുകളെ നിശ്ചലമാക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ ആ വലിയ പ്രവാഹം അവിടെ നിശ്ചലമാകും. ചിന്തകളില്ലാത്ത ആ മഹാമൗനത്തിലേക്ക് നമ്മെ നയിക്കുന്ന താക്കോലാണ് ശിവൻ 30ാമത്തെ വിദ്യയിലൂടെ നമുക്ക് നൽകുന്നത്. ശരീരത്തെ പുറത്തു നിന്നല്ല, അകത്തു നിന്ന് നിരീക്ഷിക്കാൻ നമ്മൾ പഠിക്കുകയാണ്. ഞാനീ ശരീരമല്ല, ഞാനീ മനസ്സല്ല എന്ന വലിയ സത്യം നമ്മുടെ ബോധ്യമായി മാറുന്ന നിമിഷമാണിത്. ബുദ്ധൻ മരണത്തെ വെട്ടിച്ചു കടന്ന ആ മഹാസമാധിയുടെ രഹസ്യം നമ്മുടെ ഈ ചെറിയ കണ്ണുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ശരീരത്തിനുള്ളിലെ തടവുകാരനല്ല, മറിച്ച് പുറത്തെ ആകാശം കണ്ട് മടങ്ങി വരുന്ന രാജാവാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഇവിടെ. നമ്മുടെ കണ്ണുകളെ നിശ്ചലമാക്കി നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ കണ്ടെത്താനുള്ള യാത്രയിലാണ് നമ്മൾ. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ദർശനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നമസ്കാരം. ദിവ്യബോധമെന്ന നമ്മുടെ ആത്മീയ യാത്രയിലെ അതീവ സുന്ദരമായ മറ്റൊരു പടവിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ മനസ്സിൻ്റെ തടവറകളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ഭഗവാൻ ശിവൻ നൽകുന്ന 30ാമത്തെ വിദ്യയുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന, എന്നാൽ ഏറ്റവും കുറച്ചു മാത്രം നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ കണ്ണുകളെയാണ് നമ്മളിന്ന് താക്കോലുകളാക്കുന്നത്. നമ്മുടെ ഈ കണ്ണുകൾ വെറും കാഴ്ചയ്ക്കുള്ള ഉപകരണം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിലേക്കുള്ള നിഗൂഢമായ ഒരു ജനാലയാണ്. ഈ യാത്രയിൽ നമുക്കുള്ളിലെ ആ മഹാസത്യത്തെ കണ്ടെത്താൻ കണ്ണുകൾ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ കൈകളും കാലുകളും ഹൃദയവുമെല്ലാം തികച്ചും ഭൗതികമാണ്. എന്നാൽ നമ്മുടെ കണ്ണുകളുടെ കാര്യം അങ്ങനെയല്ല. നമ്മുടെ ഈ കണ്ണുകൾ ഭൗതികമായി നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അവയുടെ പ്രവർത്തനം അത്ഭുതകരമായ രീതിയിൽ അഭൗതികമാണ്. നമ്മുടെ ഭൗതിക ശരീരവും നമ്മുടെ ആത്മഭാവവും തമ്മിൽ ഏറ്റവും ഗാഢമായി കൂടിച്ചേരുന്ന ഒരേ ഒരു ബിന്ദുവാണ് നമ്മുടെ ഈ കണ്ണുകൾ. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ആന്തരിക യാത്രക്കായി നമ്മുടെ ആചാര്യന്മാർ കണ്ണുകളെ ഒരു ഷോർട്ട് കട്ടായി തിരഞ്ഞെടുത്തത്. നമ്മുടെ ശരീരത്തിൻ്റെ മറ്റേതൊരു ഭാഗത്തു നിന്നും നമ്മുടെ ആത്മാവിലേക്ക് സഞ്ചരിക്കുക എന്നത് ഒരു ദീർഘമായ യാത്രയാണ്. എന്നാൽ നമ്മുടെ കണ്ണുകളുടെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മഭാവം ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്കുള്ളിലെ ആ ഉറവിടത്തിലേക്ക് കയറിപ്പറ്റാൻ ഒരൊറ്റ ചാട്ടം മതിയാകും. നമ്മുടെ കണ്ണുകളെ ശരിയായി ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മിലെ ആഴങ്ങളിലേക്ക് എത്താൻ മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ലാതാവും. നമ്മുടെ സാന്നിധ്യം ഇത്രത്തോളം പ്രകടമാകുന്ന മറ്റൊരു ഓർഗനും നമ്മുടെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ നമുക്കറിയാമെങ്കിൽ അയാൾക്കുള്ളിലെ ആ രഹസ്യ ലോകത്തെ സ്പർശിക്കുവാനും നമുക്ക് കഴിയും. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
മറ്റൊരാളുടെ ആഴങ്ങളിലേക്ക് നോൽക്കുന്നതിന് മുൻപ് നമ്മുടെ തന്നെ കണ്ണുകൾക്ക് അതീതമായി നമുക്കുള്ളിലേക്ക് നോക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മെ തന്നെ കണ്ടെത്താത്തിടത്തോളം കാലം മറ്റൊരാളെ കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് സ്നേഹമില്ലാത്തപ്പോൾ മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് അധിക നേരം നോക്കാൻ നമുക്ക് മടി തോന്നുന്നത്. നമ്മൾ അറിയാതെ തന്നെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ച് കയറുന്നത് പോലെ നമുക്ക് തോന്നും. 3 സെക്കൻഡിൽ കൂടുതൽ അപരിചിതനായ ഒരാളെ നോക്കാൻ നമുക്ക് സാധിക്കാത്തതും ഈ ഭയം കൊണ്ടാണ്. നമുക്കുള്ളിലെ രഹസ്യങ്ങൾ വഞ്ചിക്കപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. എന്നാൽ നമ്മൾ അഗാധമായ പ്രണയത്തിലാകുമ്പോൾ ഈ ഭയം നമ്മിൽ നിന്ന് മാറുകയും ചെയ്യും. അവിടെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി തുറന്നിടുകയാണ്. നമ്മുടെ നോട്ടം അവിടെ ഒരു അതിക്രമമല്ല, മറിച്ച് ആത്മാക്കൾ തമ്മിലുള്ള മനോഹരമായ ഒരു സമാഗമമായാണ് മാറുന്നത്. നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഈ കണ്ണുകൾക്ക് അവിടെ സാധ്യമാക്കും. അതുകൊണ്ട് നമ്മളൊരു സത്യം തിരിച്ചറിയുകയാണ്. നമ്മുടെ കണ്ണുകൾ നമ്മുടെ ബോധത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൾ നമ്മളിലുള്ള ഓരോ വികാരത്തെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 30-ാമത്തെ സൂത്രത്തിൻ്റെ പ്രാരംഭഘട്ട പരിശീലനത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായി നമ്മുടെ കണ്ണുകൾ സാവധാനമടച്ച് ഒട്ടും ബലം പ്രയോഗിക്കാതെ കൺപോളകൾ ചേർത്ത് വയ്ക്കണം. നമ്മുടെ കാഴ്ചയുടെ ഭാരം പുറം ലോകത്തുനിന്ന് പതുക്കെ പിൻവലിയുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യമെന്നത് നമ്മുടെ കണ്ണുകളിലെ പേശികളുടെ പിരിമുറുക്കത്തെ കുറയ്ക്കുക എന്നതാണ്. നമ്മുടെ കണ്ണുകൾ കേവലം കാഴ്ചയ്ക്കുള്ള ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യമെന്നത് നമ്മുടെ മുഖത്തിന് സചേതനത്വം നൽകുന്നത് നമ്മുടെ കണ്ണുകളാണ് എന്നതാണ്. കാഴ്ചയില്ലാത്ത ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ ഒരുതരം നിശബ്ദതയോ നിർജീവത്വമോ അനുഭവപ്പെടും. എന്തുകൊണ്ടായിരിക്കും അത്? നമുക്കുള്ളിലെ ആത്മചൈതന്യം പുറത്തേക്കൊഴുകുന്ന വാതിലുകൾ നമ്മുടെ കണ്ണുകളാണ്. ആ വാതിലുകൾ അടയപ്പെടുമ്പോൾ നമ്മുടെ മുഖത്തെ ആ പ്രകാശം അണഞ്ഞു പോകും. കണ്ണുകളിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ വെളിച്ചം ലോകത്തെ സ്പർശിക്കുന്നത്. മാത്രമല്ല, നമുക്കുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഏതൊരു രഹസ്യവും ആദ്യം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഈ കണ്ണുകളാണ്. നമ്മളൊരു ചെറിയ കള്ളം പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു രഹസ്യം ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴോ നമ്മുടെ നോട്ടത്തിൽ മാറ്റം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉദാഹരണത്തിന്, നമ്മളൊരു തീവണ്ടിയിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയാണെന്ന് കരുതിയാൽ നമുക്കുള്ളിൽ ആ ഒരു രഹസ്യമുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഓരോ നിമിഷവും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ആളുകൾ അകത്തേക്ക് വരുമ്പോഴും നമ്മുടെ നോട്ടം ഒരുതരം ഭയത്തോടും ജാഗ്രതയോടും കൂടിയായിരിക്കും. ടിക്കറ്റുള്ള ഒരാളുടെ നോട്ടവും ടിക്കറ്റില്ലാത്ത നമ്മുടെ നോട്ടവും തമ്മിലുള്ള ആ വ്യത്യാസം നമ്മുടെ കണ്ണുകളിലെ തിളക്കത്തിലാണ് നിഴലിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും കുറച്ചു മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഭാഗം നമ്മുടെ കണ്ണുകളാണ്. ഒരു കള്ളനെ പിടിക്കാൻ മിടുക്കനായ ഒരു കുറ്റാന്വേഷകന് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതിയാകും. കാരണം നമുക്കുള്ളിൽ നടക്കുന്ന രാസമാറ്റങ്ങൾ നമ്മുടെ കണ്ണുകളിലെ കൃഷ്ണമണികളെ വികസിപ്പിക്കുകയോ ചുരുക്കുകയോ ചെയ്യും. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണികൾ താനെ വികസിക്കും. ഇതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ സാധിക്കില്ല. നമുക്കുള്ളിലെ അഭിനിവേശങ്ങളും വെറുപ്പും ഭയവുമെല്ലാം നമ്മുടെ ഈ ചെറിയ കണ്ണുകൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊരു സത്യം തിരിച്ചറിയേണ്ടത്. നമ്മുടെ കണ്ണുകൾ പുറത്തെ ലോകത്തേക്ക് തുറന്നിരിക്കുന്ന വാതിലുകൾ മാത്രമല്ല, നമുക്കുള്ളിലെ രഹസ്യ ലോകത്തിലേക്കുള്ള വാതിൽ കൂടിയാണ്. മറ്റൊരാൾക്ക് നമ്മുടെ കണ്ണുകളിലൂടെ നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ കണ്ണുകളിലൂടെ നമുക്കുള്ളിലേക്ക് സഞ്ചരിച്ചുകൂടാ?
നമ്മുടെ കണ്ണുകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ പുറത്തുള്ളവർ കാണുന്നതിനേക്കാൾ വലിയൊരു സത്യം നമുക്കുള്ളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമ്മുടെ ഈ രഹസ്യ ജീവിതത്തിലേക്ക്, നമ്മുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആ താക്കോൽ നമ്മുടെ ഈ ചെറിയ കണ്ണുകൾ തന്നെയാണ്. അവയെ എങ്ങനെ ഉള്ളിലേക്ക് തിരിക്കാം എന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണുകളെന്നത് നമുക്കുള്ളിലെ സത്യത്തെ വഞ്ചിക്കാതെ പുറത്തെത്തിക്കുന്ന ദൂതന്മാരാണെന്നാണ്. അവയെ നിയന്ത്രിക്കുക എന്നതിനേക്കാൾ അവയെ നിരീക്ഷിക്കുക എന്നതാണ് നമുക്ക് മുൻപിലുള്ള വഴി. ശരി, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാം ഘട്ട പരിശീലനത്തിലേക്ക് കടക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നാം ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളോ അല്ലെങ്കിൽ ഓർമ്മകളോ നമുക്കുള്ളിൽ എവിടെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് നിരീക്ഷിക്കുക എന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ നോട്ടം വിറയ്ക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാം. ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യമെന്നത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ എങ്ങനെ കണ്ണുകളെ ചലിപ്പിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുവാനുള്ളതാണ്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. ഒരു പുഴ ഒഴുകുന്നത് പോലെ നിരന്തരമായ ചലനമാണ് കണ്ണുകളുടെ സ്വഭാവമെന്നത്. ഈ ചലനത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ അത് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഓരോ താളമുണ്ട്. നമുക്കുള്ളിലൊരു ലൈംഗിക ചിന്ത കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഒരു പ്രത്യേക താളത്തിൽ ചലിക്കും. എന്നാൽ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ചലനം മറ്റൊരു വിധത്തിലായിരിക്കും. നമ്മുടെ ഓരോ വികാരവും നമ്മുടെ കണ്ണുകളുടെ ചലന വേഗത്തെയും ദിശയെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം കൂടുതൽ വ്യക്തമാകുന്നത് നമ്മുടെ ഉറക്കത്തിലാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കണ്ണുകൾ വിശ്രമിക്കുന്നില്ലെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആധുനിക ശാസ്ത്രം ഇതിനെ REM അഥവാ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ അതീവ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഒരു സിനിമ കാണുന്നത് പോലെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ കാണുന്നത്. ആന്തരികമായ ആ സിനിമയിലെ ദൃശ്യങ്ങളെ പിന്തുടരുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ ഉറക്കത്തിലും ചലിക്കുന്നത്. നമ്മൾ സ്വപ്നം കാണാത്ത നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണുകൾ നിശ്ചലമാകും. ഇതിനർത്ഥം ചിന്തകളോ ദൃശ്യങ്ങളോ ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ കണ്ണുകൾക്ക് ചലിക്കാൻ കഴിയൂ എന്നതാണ്. ഇവിടെയാണ് ഭഗവാൻ ശിവൻ നൽകുന്ന ആ വലിയ വിദ്യയുടെ താക്കോലിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ കാരണം കണ്ണുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ ബോധപൂർവം നമ്മൾ നമ്മുടെ കണ്ണുകളെ നിശ്ചലമാക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണുകൾ കല്ലുകളെ പോലെ ഒരിടത്ത് ഉറച്ചു നിന്നാൽ നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം നേത്രചലനവും ചിന്താ പ്രക്രിയയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. നമ്മൾ നമ്മുടെ കണ്ണുകളുടെ ചലനത്തെ പിടിച്ചു നിർത്താൻ പഠിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ വേഗതയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ചിന്തകളുടെ ആ വലിയ പ്രവാഹം അവിടെ നിശ്ചലമാകും. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു രഹസ്യമെന്നത് കണ്ണുകളുടെ ചലനം എപ്പോഴും പുറത്തെ വസ്തുക്കളിൽ നിന്ന് മറ്റൊന്നിലേക്കാണെന്നാണ്. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് നോക്കി അവ പുറത്ത് വ്യാപരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മൾ അവയെ ഒരു ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തിയാൽ പുറത്തേക്ക് നീങ്ങാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായും ഉള്ളിലേക്ക് തിരിയും. ചലനം അവയുടെ സ്വഭാവമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വഴിയില്ലെങ്കിൽ അവ അകത്തേക്ക് പ്രവേശിക്കും. ആ ആന്തരികമായ പ്രവേശനം നമ്മുടെ ബോധത്തെ ഉണർത്താൻ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ ശരിയായ രീതിയിൽ നിശ്ചലമാക്കാൻ നമ്മൾ പഠിച്ചാൽ പുറത്തെ ലോകം അപ്രത്യക്ഷമാവുകയും ഉള്ളിലെ മഹാകാശം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തകളും നേത്ര ചലനവും തമ്മിൽ വേർപ്പെടുത്താനാവാത്ത ഒരു ബന്ധമുണ്ടെന്നും കണ്ണുകളെ നിശ്ചലമാക്കുക എന്നാൽ മനസ്സിനെ നിശബ്ദമാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നതെന്നുമാണ്. അടുത്ത പരിശീലന ഘട്ടത്തിലേക്ക് കടക്കാം നമുക്ക്. അടുത്ത പരിശീലനം അടച്ച നമ്മുടെ കണ്ണുകൾക്കുള്ളിലെ കൃഷ്ണമണികളെ ഒരിടത്ത് ഉറപ്പിച്ച് നിർത്തുക എന്നതാണ്. ശേഷം
നമ്മുടെ കണ്ണുകൾ കല്ലുകളായി മാറിയെന്ന് സങ്കല്പിക്കുക എന്നതാണ് പ്രാക്ടീസ്. ഇത് ചെയ്യുമ്പോൾ നമുക്കുള്ളിലെ ചിന്തകൾ നിൽക്കുന്നത് ശ്രദ്ധിക്കണം. ഈ പ്രാക്ടീസിൻ്റെ ലക്ഷ്യം എന്നത് നേത്ര ചലനവും ചിന്തയും തമ്മിലുള്ള ബന്ധം നേരിട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. ഘട്ടം ഘട്ടമായ ഈ പരിശീലനം നിങ്ങൾ തുടർന്ന് ചെയ്യണം. ഇതൊരു ആഴമേറിയ വിദ്യയാണ്. അതുകൊണ്ട് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന കൊച്ചു കൊച്ചു പരിശീലനങ്ങൾ നിത്യജീവിതത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കിത് പരിശീലിക്കാവുന്നതാണ്. ഒരു ബസ്സിലിരുന്നു കൊണ്ടോ ഒരു ട്രെയിനിലിരുന്നു കൊണ്ടോ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിലൊക്കെ നമുക്കിത് പരിശീലിക്കാവുന്നതാണ്. ഇതിന് വേറെ ആക്ഷൻസുകളൊന്നുമില്ലല്ലോ. മറ്റുള്ളവരൊന്നും വിചാരിക്കത്തുമില്ല. നമ്മൾ കണ്ണടച്ചിരിക്കുന്നു എന്നേ മറ്റുള്ളവർ കരുതുകയുള്ളൂ. അതുകൊണ്ട് മടി വിചാരിക്കാതെ ഇത് നിങ്ങൾ പരിശീലിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കണ്ണുകൾ വെറുതെ അടച്ചത് കൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ ആന്തരിക ലോകത്തേക്ക് എത്തുന്നില്ല എന്ന സത്യം നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. നമ്മളെല്ലാവരും രാത്രിയിൽ കണ്ണടച്ചുറങ്ങാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ശാരീരികമായി നമ്മൾ കൺപോളകൾ അടയ്ക്കുമ്പോഴും നമുക്കുള്ളിൽ ആയിരക്കണക്കിന് ചിത്രങ്ങളും ബിംബങ്ങളും ഓർമ്മകളും ഒരു ചലച്ചിത്രം പോലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അപ്പോഴും ഉള്ളിലെ ആ ദൃശ്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് ചലിച്ചുകൊണ്ടേയിരിക്കും. ശിവൻ പറയുന്ന പൂർണ്ണമായ അടഞ്ഞ കണ്ണുകളെന്നാൽ കാണാൻ അവിടെ ഒന്നും തന്നെ അവശേഷിക്കാത്ത വിധം നിശ്ചലമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ വളരെ വിചിത്രമായ ഒരനുഭവം നമുക്കുണ്ടാകും. നമ്മൾ ഇതുവരെ നമ്മുടെ ശരീരത്തെ കണ്ടിട്ടുള്ളത് പുറമേ നിന്ന് മാത്രമാണ്. നമ്മൾ നമ്മുടെ കൈകൾ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കുന്നു. ഇതെല്ലാം ഒരു കെട്ടിടത്തെ പുറത്തുനിന്ന് നോക്കി കാണുന്നത് പോലെയാണ്. എന്നാൽ ഈ വിദ്യയിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി ആ മുറികൾ നിരീക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ സത്തയെയും നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കാൽവിരൽ മുതൽ ശിരസ് വരെ ഓരോ ഭാഗത്തും നമ്മുടെ ശ്രദ്ധയെത്തിക്കാൻ നമുക്ക് കഴിയും. ഇത്തരമൊരു ആന്തരിക നിരീക്ഷണം നമ്മെ എത്തിക്കുന്നത് ഏറ്റവും വലിയൊരു വിമോചനത്തിലേക്കാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ ഉള്ളിലിരുന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. ആ കാര്യമെന്നത് ഞാൻ ഈ ശരീരമല്ല എന്നതാണ്. കാരണം നിരീക്ഷിക്കുന്നവൻ ഒരിക്കലും നിരീക്ഷിക്കപ്പെടുന്ന വസ്തുവല്ല. നമ്മളൊരു മേശയെ നോക്കുമ്പോൾ ആ മേശ നമ്മളല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഒരു വസ്തുവായി ഉള്ളിലിരുന്ന് കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ശരീരത്തിൽ നിന്ന് വിഭിന്നമായ ഒരു ബോധമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവാണ് നമ്മെ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. ഈ വിദ്യ പരിശീലിക്കുമ്പോൾ നമ്മുടെ ശരീരം അത്രത്തോളം സംവേദനക്ഷമതയുള്ളതായി മാറും. നമുക്ക് നമ്മുടെ ബോധത്തെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വിരൽ തുമ്പിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ വിരൽ സ്പർശിക്കുന്നത് ഒരു പുതിയ അനുഭവമായി മാറും. നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ പൂർണ്ണമായ സാന്നിധ്യവും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം മറ്റൊരാളുടെ ആത്മാവിനെ സ്പർശിക്കാൻ തക്ക ശക്തിയുള്ളതായി മാറും. നമ്മൾ ഈ ശരീരത്തിനുള്ളിലെ ഒരു തടവുകാരനല്ല, മറിച്ച് ഈ ദേവാലയത്തെ ഒരുക്കുന്ന മഹാചൈതന്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന വിലയേറിയ നിമിഷമാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണുകൾ നിശ്ചലമാക്കി ഉള്ളിലേക്ക് നോക്കുകയെന്നാൽ നമ്മൾ ശരീരമല്ല എന്ന വലിയ സത്യം നേരിട്ട് അനുഭവിക്കുക എന്നാണ്. നമ്മുടെ ഈ ശരീരം നമുക്ക് താമസിക്കുവാനുള്ള ഒരു വാസസ്ഥലം മാത്രമായി മാറുകയാണ്. ശരി, നമ്മുടെ അടുത്ത പരിശീലന ഘട്ടം എന്നത് കണ്ണുകൾ നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ബോധത്തെ ഉള്ളിലേക്ക് തിരിക്കുക എന്നതാണ്. അത് കാൽവിരലുകളിൽ നിന്ന് തുടങ്ങി ശിരസ് വരെ ഓരോ അവയവത്തെയും ഉള്ളിലിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇതിൻ്റെ ലക്ഷ്യമെന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ശരീരമല്ല, മറിച്ച് ശരീരത്തിനുള്ളിലെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുക എന്നതാണ്.
ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു തർക്കമുണ്ട്. ആ തർക്കം എന്നത് നമ്മൾ നമ്മെ തന്നെ അറിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ എന്നതാണ്. പ്രാചീന ഇന്ത്യയിലെ ഭൗതികവാദിയായ ചാർവാകൻ പറയുന്നത് നമുക്ക് നമ്മെ തന്നെ അറിയാൻ കഴിയില്ല എന്നാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിച്ചാൽ അതിൽ വലിയൊരു യുക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം അറിവെന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്: അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും. നമ്മളൊരു പൂവിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വേറെയും പൂവ് വേറെയുമാണ്. അപ്പോൾ നമ്മൾ നമ്മെ തന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. നമ്മുടെ ഈ സംശയത്തിനൊരു ഉത്തരം നൽകാൻ നമുക്കൊരു വിളക്കിൻ്റെ ഉദാഹരണം നോക്കാം. നമ്മളിരിക്കുന്ന മുറിയിലൊരു വിളക്കുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, അല്ല? ആ വസ്തുക്കളിൽ തട്ടി വെളിച്ചം പ്രതിഫലിക്കുമ്പോൾ മാത്രമാണ് വെളിച്ചമുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. എന്നാൽ യാതൊരുവിധ വസ്തുക്കളുമില്ലാത്ത ശൂന്യാകാശത്ത് വെളിച്ചമുണ്ടായാലും നമുക്കത് കാണാൻ കഴിയില്ല. അതുപോലെ നമുക്കുള്ളിൽ സാക്ഷ്യപ്പെടുത്താൻ വസ്തുക്കളോ ചിന്തകളോ ഇല്ലാതാകുമ്പോൾ അവിടെ വെളിച്ചം മാത്രമായി അവശേഷിക്കും. ആ വെളിച്ചമാണ് നമ്മുടെ സാക്ഷി. ഈ സാക്ഷിയെ നമുക്കൊരു വസ്തുവായി കാണാൻ കഴിയില്ല, കാരണം ആ കാണുന്നവൻ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് സത്യമെന്നത് വാക്കുകൾക്ക് അതീതമാണെന്നാണ്. നമ്മൾ ഏകമായ ആ ആത്മീയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഭാഷ അർത്ഥശൂന്യമായി തീരും. കാരണം ഭാഷ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടിനെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ നമ്മെ തന്നെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു അറിഞ്ഞവനും അറിഞ്ഞ വസ്തുവും കടന്നു വരികയാണ്. എന്നാൽ ആത്യന്തികമായ സത്യത്തിൽ നമ്മൾ മാത്രമാണുള്ളത്. അവിടെ കാണുന്നവനും കാണപ്പെടുന്നവനും ഒന്നായി മാറുകയാണ്. ലാവോട്സു പറഞ്ഞതുപോലെ സത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല, സംസാരിക്കുന്നതൊന്നും പൂർണ്ണമായ സത്യവുമല്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ ആൽഫയും ഒമേഗയും അഥവാ ആദിയും അന്ത്യവും കണ്ടെത്തുന്നത്. ശരീരത്തെയും മനസ്സിനെയും ഉള്ളിൽ നിന്ന് നിരീക്ഷിച്ച് അവയിൽ നിന്ന് വേർപെട്ട് നിൽക്കുമ്പോൾ ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് സാക്ഷ്യപ്പെടാൻ ഒന്നുമില്ലാത്ത ആ സാന്നിധ്യത്തിലേക്കാണ്. അവിടെ നമ്മൾ ആരെയും കാണുന്നില്ല, മറിച്ച് നമ്മൾ നമ്മളായി തന്നെ നിലകൊള്ളുകയാണ്. ഈ അവസ്ഥയാണ് യഥാർത്ഥ ആത്മജ്ഞാനം. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അനുഭവം കൊണ്ട് നമുക്കത് ബോധ്യപ്പെടും. നമ്മൾ ആ സാക്ഷിയായി മാറുമ്പോൾ സമയത്തിനപ്പുറമുള്ള മാറ്റമില്ലാത്ത ആ മഹാസത്യമായി നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിരീക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ആണെങ്കിൽ ആ നിരീക്ഷിക്കുന്ന ബോധമാണ് നമ്മൾ. ആ ബോധത്തിന് മരണമില്ല, കാരണം അതിനെ കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുവില്ല എന്നതാണ്. നമ്മുടെ അടുത്ത പരിശീലന ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പ്രാക്ടീസ് എന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരു ദൃശ്യം പോലെ നോക്കി നിൽക്കുകയും കാണുന്നവനായി മാത്രം അവശേഷിക്കുക എന്നതാണ്. ആ ശൂന്യതയിൽ നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക. ഇതിൻ്റെ ലക്ഷ്യമെന്നത് ആത്മബോധത്തിൻ്റെ ആ പ്രകാശത്തെ തൊടുക എന്നതാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് സഞ്ചരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് കടക്കാനും ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിക്കാണാൻ തുടങ്ങുന്ന ആ നിമിഷം നമ്മൾ ഈ ലോകത്ത് നിന്ന് വേറിട്ടവനായി മാറുകയാണ്. സാധാരണയായി നമ്മൾ നമ്മെ തന്നെ നമ്മുടെ ശരീരവുമായി താതാത്മ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അതിനെ പുറത്തുനിന്ന് മാത്രം കാണുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനുള്ള ആ ആദ്യത്തെ ദർശനം നമുക്ക് സാധ്യമാകുന്നതോടെ പിന്നെ ഇതെല്ലാം ഒരു സൂത്രവിദ്യ പോലെ ലളിതമായി നമുക്ക് അനുഭവപ്പെടും. ഏതു നിമിഷം വേണമെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണുകളുടെ ചാന്ദ്രിക ലോകത്തേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ഈ വിദ്യയുടെ പരമമായ പ്രായോഗികത നമ്മൾ കാണുന്നത് ബുദ്ധൻ്റെ ജീവിതത്തിലാണ്. അദ്ദേഹം തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന ആ നിമിഷത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം തൻ്റെ ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. 3 പ്രാവശ്യം അദ്ദേഹം ഇത് ആവർത്തിച്ചു. കാരണം അത്രത്തോളം അബോധാവസ്ഥയിലുള്ളവരാണ് നമ്മൾ മനുഷ്യരെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യർ നിശബ്ദരായപ്പോൾ അദ്ദേഹം കണ്ണുകൾ അടച്ചു.
അന്ന് അവിടെ നടന്നത് ഒരു സാധാരണ മരണമായിരുന്നില്ല, മറിച്ച് മഹാസമാധിയായിരുന്നു. അവിടെ അദ്ദേഹം സ്വീകരിച്ച ആ 4 ഘട്ടങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വിദ്യ തന്നെയാണ്. ആദ്യം അദ്ദേഹം തൻ്റെ കണ്ണുകൾ അടച്ചു. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിശ്ചലമായി തീർന്നു. യാതൊരുവിധ നേത്ര ചലനവുമില്ലാതെ അവ കല്ലുകളെ പോലെയായി മാറി. മൂന്നാമതായി അദ്ദേഹം തൻ്റെ ശരീരത്തെ ഉള്ളിൽ നിന്നും നിരീക്ഷിച്ചു. നാലാമതായി അദ്ദേഹം തൻ്റെ മനസ്സിനെയും നിരീക്ഷിച്ചു. മരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തൊടുന്നതിന് മുൻപേ അദ്ദേഹം തൻ്റെ ആദിമ ഉറവിടത്തിലേക്ക്, തൻ്റെ കേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. മരണം അവിടെ വന്നു നോക്കുമ്പോൾ കണ്ടത് വെറുമൊരു ജഡ ശരീരത്തെ മാത്രമാണ്. ബുദ്ധൻ അപ്പോഴേക്കും മരണത്തെ വെട്ടിച്ച് കടന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹം ദൂരെ മാറി നിന്ന് ചിരിക്കുകയായിരിക്കാം. ഇതിനെയാണ് നമ്മൾ നിർവ്വാണം എന്നെല്ലാം വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ വിദ്യ നൽകുന്നത് ഇതേ സ്വാതന്ത്ര്യമാണ് കേട്ടോ. ഒരിക്കൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം നമ്മെ ഭയപ്പെടുത്തില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും അകത്തേക്ക് പ്രവേശിക്കുന്നതും പോലെ ലളിതമായ ഒരു പ്രക്രിയയായി മരണം ഇവിടെ മാറുകയാണ്. ശരീരം അവിടെ കിടക്കട്ടെ, മനസ്സവിടെ നിശ്ചലമാകട്ടെ, നമ്മൾ ഈ അനന്തമായ ആകാശത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. നമ്മൾ മുമ്പ് ഈ ശരീരമാകുന്ന മുറിയിലെ ഒരു തടവുകാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പുറത്തെ ആകാശം കണ്ടു മടങ്ങി വരുന്ന ഒരു രാജാവിനെ പോലെയാണ്. നമ്മൾ ശരീരത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ തടവിലല്ല എന്ന വലിയ സത്യം നമ്മെ വിമോചിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊരു പുതിയ മനുഷ്യനായി പുനർജനിക്കുന്നത്. മുമ്പ് നമ്മൾ കണ്ണുകൾ തുറന്നിരുന്നത് പുറത്തെ ലോകത്തെ മാത്രം കാണാനായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ണുകൾ തുറക്കുന്നത് ഉള്ളിലെ ആ വെളിച്ചത്തോടു കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ലോകം പഴയതായിരിക്കില്ല. ഓരോ കാഴ്ചയും ഓരോ സ്പർശനവും നമ്മുടെ ഉള്ളിലെ ആ ബോധത്തിൻ്റെ ആഘോഷമായി മാറുകയാണ്. നമ്മൾ നമ്മുടെ കണ്ണുകളെ ഉപയോഗിക്കുന്ന ബോധമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ധ്യാനമായി മാറും. കണ്ണുകളടച്ച് നിശ്ചലനായിരിക്കുക എന്ന ലളിതമായ ഈ വിദ്യയിലൂടെ നമ്മൾ നമ്മുടെ ആത്മീയ യാത്രയുടെ അന്തിമ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ബുദ്ധൻ ചെയ്തതുപോലെ പൂർണ്ണമായ നിശ്ചലതയിലേക്ക് പോകുക. പിന്നീട് സാവധാനം പ്രപഞ്ചത്തോടുള്ള സ്നേഹത്തോടെയും രാജകീയമായ ഭാവത്തോടെയും കണ്ണുകൾ തുറക്കുക എന്നതാണ്. ഇനി നമ്മുടെ ലക്ഷ്യമെന്നത് പരിശീലനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. കണ്ണുകളെന്ന ചെറിയ ജാലകത്തിലൂടെ നമ്മൾ തുടങ്ങിയ ഈ യാത്ര നമ്മുടെ ആത്മാവിൻ്റെ മഹാ ആകാശത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ വിദ്യകൾ കേവലം അറിവായി സൂക്ഷിക്കാതെ നിങ്ങളുടെ നിശബ്ദമായ നിമിഷങ്ങളിൽ ഇത് പരീക്ഷിച്ചു നോക്കണം. നിങ്ങളുടെ കണ്ണുകൾ നിശ്ചലമാകട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ആ മഹാസത്യം പ്രകാശിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.